ഹായ്, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു അല്ലേ? എന്തായിട്ടുണ്ട് പ്രിപ്പറേഷൻസൊക്കെ? അപ്പോൾ ജൂണിലാണ് നമുക്ക് എക്സാം വരുന്നത്. ഇനി ഒട്ടും സമയമില്ല. നമ്മുടെ പ്രിപ്പറേഷനൊക്കെ ഭയങ്കര സ്ട്രോങ് ആക്കേണ്ട സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലൊരു ടോപ്പിക്കാണ്. ഇംഗ്ലീഷിൽ നമ്മൾ എല്ലാ കാറ്റഗറീസും 1, 2, 3, 4 4 കാറ്റഗറീസിലും കൂടെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ജനറൽ ഇംഗ്ലീഷിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്, വിച്ച് ഈസ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? നമ്മുടെ ഗ്രാമർ സെഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ടാഗാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ടാകും ക്വസ്റ്റ്യൻ ടാഗ്സ്. ഈസി ആണെന്ന് വിചാരിക്കുന്നവർ കുറച്ചും കൂടെ ആ ഏരിയ ഒന്ന് സ്ട്രോങ് ആക്കുക. അല്ലാത്തവർ വളരെ ബേസിക് റൂൾസ് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? നമുക്കറിയാം അതൊരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ടാഗ് ലൈനൊക്കെ പോലെ ഇൻ ദ എൻഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്. അതിന് അവസാനത്തിൽ വരുന്ന വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ബേസിക് റൂൾ എന്തായിരിക്കും? ഒരു ഓക്സിലറി വേർബ് ഉണ്ടായിരിക്കും. ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് വേർബ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ എന്താണോ സബ്ജക്റ്റിൻ്റെ പ്രോണൗൺ ഉണ്ടായിരിക്കും. എന്താണോ, ഇപ്പോൾ രാഹുൽ ആണെങ്കിൽ രാഹുൽ എന്നല്ല നമ്മൾ യൂസ് ചെയ്യുക, രാഹുലിൻ്റെ പ്രോണൗൺ ആയിട്ടുള്ള ഹി ആണ് നമ്മൾ യൂസ് ചെയ്യുക. തന്നിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ പ്രോണൗണും അതുപോലെ തന്നെ ഓക്സിലറി വേർബും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നേരത്തെ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ ആസ്ക്ഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാകും. അതിൻ്റെ അവസാനത്തിൽ ചോദിക്കുന്ന വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. എന്തിനാണ്, എവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? യൂസ് ടു കൺഫേം സംതിങ് ഓർ ടു നോ മോർ അബൌട്ട് സംതിങ്. നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് തന്നെ അല്ലേ എന്ന് വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ ബേസിക് റൂൾസ് പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇഫ് ദ ഗിവൺ സെൻറ്റൻസ് ഇസ് അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ? തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഇസ് നെഗറ്റീവ്. സിമിലർലി വൈസ് വേഴ്സ ആയിട്ട് തന്നെയാണ് വരിക. തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിലോ? തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ദ ക്വസ്റ്റ്യൻ ടാഗ് വിൽ ബി പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ബേസിക് ഇൻഫർമേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? യൂസസ് ദ സെയിം ടെൻസ് അല്ലേ? ടെൻസ് അത് തന്നെ ആയിരിക്കും. നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും പോലെ നമ്മൾ ടെൻസ് മാറ്റുകയേ ആവശ്യമില്ല. എന്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് ആ ടെൻസ് തന്നെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒരു ബേസിക് ഇൻഫർമേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഓക്സിലറി വേർബ്സും അതുപോലെ തന്നെ പ്രോനൗൺസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, മെയിനായിട്ട് ബി, ഹാവ്, അതുപോലെ ഡു, അത്തരത്തിലാണ് നമുക്ക് ബേസിക് പ്രൈമറി ഓക്സിലറീസ് വരുന്നത്. ഓക്കെ, ബിയുടെ ഡിഫറെൻറ്റ് ഫോംസ് എന്തൊക്കെയാണ്? ആം വരുന്നുണ്ട്, ഈസ് വരുന്നുണ്ട്, ആറ് വരുന്നുണ്ട്, വാസിൻ്റെ പ്ലൂറൽ ആയിട്ടുള്ള വേറ് വരുന്നുണ്ട്, അതുപോലെ ബീയിങ്, ബീനൊക്കെയാണ് ബിയുടെ ഡിഫറെൻറ്റ് ഫോംസ്. ദെൻ ഹാവ് പ്ലൂറൽ ആണ്, അതിൻ്റെ സിംഗുലർ ഫോം ഹാസ്. ദെൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത് എന്താണ്? ഹാഡ് അല്ലേ? അതുപോലെ തന്നെ ഡു പ്ലൂറൽ ആണ്, ഡൂയുടെ സിംഗുലറിൽ വരുന്നതാണ് ഡസ്. അതുപോലെ ഡൂയുടെ പാസ്റ്റിൽ വരുന്നതാണ് ഡിഡ്. ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രൈമറി ഓക്സിലറി വേർബ്സ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കുറച്ചൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് റെയിനിങ്. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് റെയിനിങ്. ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് റെയിനിങ്, ഒബ്വിയസ്ലി ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ഇറ്റ് ഈസ് റെയിനിങ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. അപ്പം തന്നിരിക്കുന്ന ഓക്സിലറി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് ഫോം ചെയ്യേണ്ടത്. അതിനാദ്യം നമുക്ക് വേണ്ടത് തന്നിരിക്കുന്ന ഓക്സിലറി വേർബിൻ്റെ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഓക്സിലറി വേർബ് ഏതാണ്? എന്താണ്? ഇവിടെ ഈസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഈസ് പോസിറ്റീവ് ഓക്സിലറി ആണ്. അപ്പോൾ അതിന് നെഗറ്റീവ് ആക്കുമ്പോൾ എന്തായിരിക്കും? ഈസൻറ്റ് ഇറ്റ്. ഈസൻറ്റ് ഇറ്റ്. ഇറ്റ് എന്താ എടുക്കാൻ കാരണം? തന്നിരിക്കുന്ന പ്രോനൗൺ ഇസ് ഇറ്റ് അല്ലേ? തന്നിരിക്കുന്ന പ്രോനൗൺ ഇസ്
ഇറ്റ്. അപ്പോൾ നമ്മൾ വീണ്ടും isn't it. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഡെഫിനറ്റ്ലി നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, തന്നിരിക്കുന്ന ഓക്സിലറി വേർബ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക. ഇവിടെ പോസിറ്റീവ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓക്സിലറി, അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കി തന്നിരിക്കുന്ന പ്രോണൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താണോ അതും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഹി ഈസൻറ്റ് ആംഗ്രി. ഈസൻറ്റ് എന്നാണ് അല്ലേ, ഈസ് നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് ഈസൻറ്റ്. ഈസൻറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആണ്, ഡെഫിനറ്റ്ലി നെഗറ്റീവ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആക്കണം. ഇവിടെ ഈസൻറ്റ് ആണ്, ഈസിൻ്റെ പോസിറ്റീവ് എന്ന് എന്തായിരിക്കും? ഈസ്. തന്നിരിക്കുന്ന പ്രോണൗൺ എന്താണ്? ഹി. ഓക്കെ, ഈസ് ഹി. ക്വസ്റ്റ്യൻ മാർക്ക്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഓപ്ഷനകത്ത് ഈ ആൻസർ, ഇപ്പോൾ ഈസ് ഹി എന്നും ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ ഈസ് ഹി കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈസ് ഹി എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈസ് ഹി വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം ക്വസ്റ്റ്യൻ ടാഗിൽ ക്വസ്റ്റ്യൻ മാർക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ മാർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ഐ ആം ഗുഡ്. ഓക്കെ, ഐ ആം ഗുഡ്. ഐ ആം ഗുഡ്. ഐ ആം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ ആം ഗുഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ഇതിനെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? ആമിനെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? ആമിൻഡ് ഐ എന്നുള്ള ഒരു പ്രയോഗം ഇല്ല, അത് തെറ്റാണ്. നമ്മൾ പെട്ടെന്ന് എല്ലാത്തിനെയും നമ്മൾ N' ഇട്ട് കൊടുത്തിട്ട് നെഗറ്റീവ് ആക്കുന്നത് പോലെ AMNT എന്ന് കൊടുത്തിട്ട് നിങ്ങൾ അതിനെ നെഗറ്റീവ് ആക്കരുത്. നമ്മൾ പറയുന്നത് എന്താണ്? ആറിൻറ്റ് എന്നാണ്. ഓക്കെ, ആറിൻറ്റ് എന്നായിരിക്കും ആമിൻ്റെ നെഗറ്റീവ് ഫോം. ഓക്കെ, ആറിൻറ്റ് ഐ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെൻറ്റൻസ്, അതായത് ആമിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്. ഓക്കെ, ദെൻ ഹി ഹാസൻറ്റ് കംപ്ലീറ്റഡ് ദി ഹോംവർക്ക്. ഹി ഹാസൻറ്റ് അല്ലേ, വീണ്ടും നെഗറ്റീവാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആക്കുക? ഹാസ് കൊടുക്കുന്നു, ദെൻ തന്നിരിക്കുന്ന പ്രോണൗൺ എന്താണ്? ഹി. ഹി ഹാസൻറ്റ് കംപ്ലീറ്റഡ് ദി ഹോംവർക്ക്. ഹാസ് ഹി? വീണ്ടും കൺഫേം ചെയ്യാൻ ചോദിക്കാം, അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, വീണ്ടും ഒന്ന് അഷ്യൂർ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ് അല്ലേ? നെക്സ്റ്റ് സെൻറ്റൻസ് എന്താണ്? യു ആർ എ സ്റ്റുഡൻറ്റ്. യു ആർ എ സ്റ്റുഡൻറ്റ് എന്തായിരിക്കും? വീണ്ടും ആറിൻറ്റ് യു എന്നായിരിക്കും ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത്രയാണ് നമ്മൾ ബേസിക് ഒരു എക്സാമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബേസിക് സ്ട്രക്ചറിലാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരെ ക്വസ്റ്റ്യൻ ടാഗിൽ കുറച്ചൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദിക്കില്ല. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, ആക്ഷൻ വേർബ് തരുന്ന സെൻറ്റൻസിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യാമെന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ആക്ഷൻ വേർബ്സ് എങ്ങനെയായിരിക്കും? ഒരു വേർബ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ഡു ഫോമോ അല്ലെങ്കിൽ ഡസ് ഫോമോ അല്ലെങ്കിൽ ഒരു ഡിഡ് ഫോമോ ഉണ്ടായിരിക്കും അല്ലേ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈറ്റ് എന്നുള്ള എക്സാമ്പിൾ നോക്കൂ. ഈറ്റ് എന്നുള്ള എക്സാമ്പിൾ എങ്ങനെയാണ്? ഈറ്റ് എന്നുള്ളത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതിൻ്റെ കൂടെ എങ്ങനെയായിരിക്കും? ഡു പ്ലസ് ഈറ്റ് ആണ് ആക്ച്വലി ഈറ്റ് എന്നുള്ള വേർഡ് അല്ലേ? അത് ഈറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്തായിരിക്കും? ഈറ്റ് എന്നുള്ള ബേസ് വേർഡിൻ്റെ കൂടെ എന്തായിരിക്കും വരുന്നത്? ഡസ് ആയിരിക്കും അല്ലേ? ഡസ് ആയിരിക്കും വരുന്നത്. അതേസമയം ഇത് പാസ്റ്റ് ടെൻസിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? എയ്റ്റ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഡിഡ് പ്ലസ് ഈറ്റ് അല്ലേ? വാക്ക് പ്ലസ് ഡിഡ് ആണ് വാക്ഡ് അല്ലേ? ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് പ്ലസ് ഈറ്റ്. അങ്ങനെ അത്തരത്തിൽ നമുക്ക് ഒരു ആക്ഷൻ വേർബിനെ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം ഓരോ വേർബിനകത്തും ഇതുപോലെ ഒരു ഓക്സിലറി വേർബ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ഓക്സിലറി വേർബിനെ പുറത്തെടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നത്. അപ്പം ഈറ്റ് എന്നുള്ള വേർഡിനകത്തുള്ള ഓക്സിലറി വേർബ് എന്താണ്? ഡു ആയിരിക്കും. അത് ഈറ്റ്സ് ആണെങ്കിൽ ഡസ് ആയിരിക്കും, എയ്റ്റ് ആണെങ്കിൽ ഡിഡ് ആയിരിക്കും. കാരണം പാസ്റ്റിലാണല്ലോ, V3 ആണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കത് വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കിയാലോ. ദേ ഈറ്റ് മാംഗോ. ഈറ്റ് എന്നുള്ള ആക്ഷൻ വേർബിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി എന്തായിരിക്കും? ഡു ആണ് അല്ലേ? പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കണം. ഡൂയുടെ നെഗറ്റീവ് എന്തായിരിക്കും? ഡോണ്ട്. ആൻഡ് തന്നിരിക്കുന്ന പ്രോണൗൺസ് ദേ. ഡോണ്ട്, ദേ. ഓക്കെ, ക്ലിയർ ആണോ? ഡോണ്ട്, ദേ. എപ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നിരിക്കുന്ന
സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ ഷീ ഈറ്റ്സ് മാംഗോ. ഷീ ഈറ്റ്സ് മാംഗോ. ഈറ്റ്സ് അല്ലേ, മറ്റൊരു ആക്ഷൻ വേർബാണ്, വീണ്ടും പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഈറ്റ്സ്, ഈസിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി ഏതാണ്? ഡസ് ആണ് അല്ലേ, ഡസ് ആണ്. പക്ഷേ അത് നമുക്ക് നെഗറ്റീവ് ആക്കണം, കാരണം തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഡസിന് എങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കുക? എഗെയിൻ ഡസൻറ്റ് ഷീ, തന്നിരിക്കുന്ന പ്രോണൗൺ ഷീ ആണ്. സോ ഷീ ഈറ്റ്സ് മാംഗോ അല്ലേ. നെക്സ്റ്റ് എന്താ? തേർഡ്, ഐ എയ്റ്റ് മാംഗോ. ഐ എയ്റ്റ് മാംഗോ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. പാസ്റ്റ് ടെൻസ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഓക്സിലറി ഡിഡ് ആയിരിക്കും അല്ലേ. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കും? ഡിഡിൻറ്റ്, ഡിഡിൻറ്റ് അല്ലേ. ഡിഡിൻറ്റ്, തന്നിരിക്കുന്ന പ്രോണൗൺ ഐ, അപ്പോൾ ഡിഡിൻറ്റ് ഐ. ഇത്തരത്തിലാണ് നമ്മൾ ആക്ഷൻ വേർബിൽ നിന്ന് ഓക്സിലറി പുറത്തെടുത്തിട്ട് ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഓക്സിലറി ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാനും പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കാനും ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കൂ. റാം ലവ്സ് ആപ്പിൾ. റാം ലവ്സ് ആപ്പിൾ. ലവ്സ് ആണ് അല്ലേ, അപ്പോൾ എന്തായിരിക്കും? ഡസ് ആണ്. പക്ഷേ സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഫോം ചെയ്യണം. ആൻഡ് ഡസൻ, റാം ആണ് വന്നത് അല്ലേ. സബ്ജക്റ്റ് എന്താണ്? റാം ഒരു നൗൺ ആണ്. പക്ഷെ നമുക്കിവിടെ നൗൺ അല്ല വേണ്ടത്, പ്രോനൗൺ ആണ് വേണ്ടത്. റാമിൻ്റെ പ്രോനൗൺ എന്താണ്? ഹി. ഹി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ഡസൻറ്റ് ഹി. ഓക്കെ, സെക്കൻഡ് വൺ, ദേ ഡോണ്ട് സ്വിം. നെഗറ്റീവ് ആണ്, തന്നിരിക്കുന്നത് ഡോണ്ട് ആണ്. ഡോണ്ട് എങ്ങനെ നമ്മൾ പോസിറ്റീവ് ആക്കും? ഡു. പ്രോനൗൺ ഇസ് ദേ. ഡു ദേ. ഈസി അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമായിരുന്നു. നെക്സ്റ്റ് വൺ, യു ലൈക്ഡ് ഹിം. ലൈക്ഡ് പാസ്റ്റ് ആണ് അല്ലേ, V3 ആണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഡിഡ്. ഡിഡ് ആണ്, പക്ഷേ പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഡിഡിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നു. ദാറ്റ് ഈസ് ഡിഡൻറ്റ് യു. തന്നിരിക്കുന്ന പ്രോണൗൺസ് യു. ഡിഡൻറ്റ് യു. നെക്സ്റ്റ്, ഷീ വാക്ക്ഡ് ടു കോളേജ്. നമ്മൾ ലൈക്ഡിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ വാക്ക്ഡ് ടു കോളേജ് V3 ആണ് അല്ലേ. വാക്ക് എന്ന് പറയുമ്പോൾ ഡിഡ് വരുന്നുണ്ട്, നെഗറ്റീവ് ആക്കുന്നു. പ്രോണൗൺ എന്താണ്? ഷീ. ഷീ അല്ല തന്നിരിക്കുന്ന പ്രോണൗൺ, അപ്പോൾ ഡിഡൻറ്റ് ഷീ. ദെൻ ദേ പ്ലേ ക്രിക്കറ്റ്. പ്ലേ ക്രിക്കറ്റ് ആണ് അല്ലേ. പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡു പ്ലസ് പ്ലേ അല്ലേ. പ്ലേ എന്ന് പറയുന്നത് ഡു പ്ലസ് പ്ലേ ആണ്. വാക്ക്ഡ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് വാക്ക് ആണ്. അതുപോലെ ലൈക്ഡ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ലൈക്ക് ആണ്. ഓക്കെ, അത്തരത്തിലാണ് നമ്മൾ ആക്ഷൻ വേർബ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പ്ലേ എന്ന് പറയുന്നത് ഡു പ്ലസ് പ്ലേ ആണ്. അപ്പോൾ നമ്മൾ ഡു എഴുതുന്നു, സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ നെഗറ്റീവ് ആക്കുന്നു, ഡോണ്ട് കൊടുക്കുന്നു. ദെൻ പ്രോണൗൺ എന്താണ്? ദേ. ഡോണ്ട് ദേ. ദേ പ്ലേ ക്രിക്കറ്റ്. ഡോണ്ട് ദേ. ഓക്കെ, നെക്സ്റ്റ്, ഷീ റീഡ്സ് ബുക്ക്. റീഡ്സ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡസ് പ്ലസ് റീഡ് ആണ് റീഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഡസൻറ്റ് ഷീ. ഡസൻറ്റ് ഷീ. ഡസൻറ്റ് ഷീ എന്നുള്ള രീതിയിലായിരിക്കും. റീഡ്സ്, ഷീ റീഡ്സ് എന്ന് പറയുമ്പോൾ ഡസൻറ്റ് ഷീ. ഷീ റീഡ്സ് ബുക്ക്, അവൾ വായിക്കുന്നു അല്ലേ എന്നുള്ള രീതിയിൽ. ഓക്കെ, ആക്ഷൻ വേർബിൽ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യാം എന്നുള്ളത് മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഇസ് മോഡൽ വേർബ്സ് അല്ലേ. നമ്മൾ പ്രൈമറി ഓക്സിലറീസ് പറഞ്ഞു. ഇനി മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണ്? കുറച്ച് കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കൂ. ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇതാണ് വളരെ കോമൺ ആയിട്ട് വരുന്ന മോഡൽ ഓക്സിലറീസ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. നോക്കൂ, ഷീ ക്യാൻ സ്വിം. ഷീ ക്യാൻ സ്വിം. അപ്പോൾ എങ്ങനെയായിരിക്കും പറയാം? സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. ഇവിടെ എന്താണ് ഓക്സിലറി? മോഡൽ ഓക്സിലറി എന്ന് പറയുന്നത് ക്യാൻ ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ക്യാനെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? കാണ്ട്. തന്നിരിക്കുന്ന പ്രോണൗൺ എന്താണ്? ഷീ. കാണ്ട് ഷീ. നെക്സ്റ്റ് വൺ, ദേ വിൽ അറൈവ് ഓൺ ടൈം. ദേ വിൽ അറൈവ് ഓൺ ടൈം. വില്ലാണ് അല്ലേ. തന്നിരിക്കുന്ന മോഡൽ ഓക്സിലറീസ് വിൽ. വില്ല് തന്നിരിക്കുന്ന സെൻറ്റൻസ് അഗെയിൻ പോസിറ്റീവ് ആണ്. അതിനെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? വില്ലിന് വോണ്ട് അല്ലേ. വോണ്ട് ദേ. വോണ്ട് ദേ. വോണ്ട് ദേ. തന്നിരിക്കുന്ന പ്രോണൗൺസ് ദേ. അപ്പോൾ നമ്മൾ ദേ ആഡ് ചെയ്തു. നെക്സ്റ്റ് വൺ, ഹി ഷുഡ് ഫിനിഷ് ഹിസ് ഹോംവർക്ക്. ഷുഡ് ആണ് തന്നിരിക്കുന്ന ഓക്സിലറി. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യും? ഷുഡിനെ നമുക്ക് നെഗറ്റീവ് ആക്കണം. ദാറ്റ് ഈസ് ഷുഡിൻ. ഷുഡിൻ ഹി. ഷുഡിൻറ്റ് ഹി. നെക്സ്റ്റ് വൺ, ഹി മൈറ്റ് നോട്ട്.
നെഗറ്റീവ് ആണ് അല്ലേ? മൈറ്റ് നോട്ട്, ഹി മൈറ്റ് നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഹി മൈറ്റ് നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. മൈറ്റ് നോട്ട് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവാണ് ആക്കേണ്ടത്. ആ നോട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പോസിറ്റീവ് മോഡൽ ഓക്സിലറി കിട്ടി. ഇറ്റ് ഈസ് മൈറ്റ് ആൻഡ് തന്നിരിക്കുന്ന പ്രോണൗൺ ഇസ് ഹി. ഹി അല്ലേ തന്നിരിക്കുന്ന പ്രോണൗൺ, അപ്പോൾ മൈറ്റ് ഹി. നെക്സ്റ്റ് വൺ, ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ്. ഐ ഡോണ്ട് അല്ലേ, വീണ്ടും നെഗറ്റീവ് ആണ്. ഐ ഡോണ്ട്, അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആക്കണം. ഡോണ്ടിൻ്റെ പോസിറ്റീവ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡു. സിമ്പിൾ ആണ് അല്ലേ? ഡു ആണ്. തന്നിരിക്കുന്ന പ്രോണൗൺ ഇസ് ഐ, സോ ഡു ഐ. ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ്, ഡു ഐ എന്നുള്ള രീതിയിൽ. വി മൈറ്റ് ഗോ ടു ദ സിനിമ. വി മൈറ്റ് ഗോ ടു ദ സിനിമ, പോസിറ്റീവ് ആണ്. അപ്പോൾ മൈറ്റ് എന്തായിരിക്കും? മൈറ്റൻറ്റ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ മൈറ്റൻറ്റ് എന്ന് പറയും. ഓക്കെ, മൈറ്റൻറ്റ് we. Mightn't we. We might go to the cinema. Mightn't we. Okay. അപ്പോൾ നമ്മൾ മോഡൽ ഓക്സിലറീസും കവർ ചെയ്തു. നെക്സ്റ്റ്, നെഗറ്റീവ് ആഡ്വേർബ്സ്. നമുക്ക് ഇത്തരത്തിൽ ഇപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത് നോട്ട് എന്നുള്ള വേർഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഇത് നെഗറ്റീവ് ആണ്, സോ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണെന്നുള്ളത് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. അതായത് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ സെൻറ്റൻസ് ഇവർ നെഗറ്റീവ് ആക്കി കളയും. എങ്ങനെയാണ്? യു സെൽഡം ഗോ ഔട്ട്. പെട്ടെന്ന് കാണുമ്പോൾ ഇതിനകത്ത് നോട്ടൊന്നും ഇല്ലല്ലോ, ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് തോന്നും. പക്ഷേ ഇതിനകത്തൊരു നെഗറ്റീവ് ആഡ്വേർബ് ഉണ്ട്, ദാറ്റ് ഇസ് സെൽഡം. സെൽഡം എന്നുള്ളത് ഒരു നെഗറ്റീവ് ആഡ്വേർബ് ആണ്. അത്തരത്തിൽ കുറച്ച് നെഗറ്റീവ് ആഡ്വേർബ്സ് നമ്മൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? നെവർ, ഹാർഡ്ലി, നീദർ, ലിറ്റിൽ, നോബഡി, നത്തിങ്, ഫ്യൂ, സെൽഡം, റെയർലി, നെവർ, ബെയർലി, സ്കേഴ്സ്ലി. ഓക്കെ, അത്തരത്തിൽ നെഗറ്റീവ് ആഡ്വേർബ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ, യു സെൽഡം ഗോ ഔട്ട്. നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സെൽഡം എന്ന് കണ്ടുകൊണ്ട് ഡെഫിനറ്റ്ലി ദ സെൻറ്റൻസ് ഇസ് നെഗറ്റീവ്. യു സെൽഡം ഗോ ഔട്ട്. ഇതിനകത്ത് നമ്മുടെ ആക്ഷൻ വേർബ് എന്താണ്? ഗോ. ഗോ എന്ന് പറയുന്നത് എന്താണ്? ഡു പ്ലസ് ഗോ ആണ് ഗോ അല്ലേ? അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ഓക്സിലറി വേർബ് എന്തായിരിക്കും? ഡു. ഞാൻ പറഞ്ഞു ഡോണ്ട് കൊടുക്കരുത്, കാരണം തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് സെൽഡം എന്നുള്ള വേർഡ് നെഗറ്റീവ് ആഡ്വേർബ് അവിടെ വന്നതുകൊണ്ടാണ് നമ്മളിത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ടാഗ് പോസിറ്റീവ് ടാഗ് ആയിരിക്കും, വിച്ച് ഇസ് ഡു യു. ഡു യു. യു സെൽഡം ഗോ ഔട്ട്. ഡു യു? നെക്സ്റ്റ് വൺ, she rarely visits her mom's house. She rarely visits അല്ലേ? rarely എന്നുള്ള വേർഡ് വന്നു. ഒബ്വിയസ്ലി സെൻറ്റൻസ് ഇസ് നെഗറ്റീവ്. ദെൻ ആക്ഷൻ വേർഡ് എന്താണ്? വിസിറ്റ്സ് ആണ്. വിസിറ്റ്സ് എന്താണ്? ഡസ് പ്ലസ് വിസിറ്റ് ആണ് വിസിറ്റ്സ് അല്ലേ? ഡസ് പ്ലസ് വിസിറ്റ്സ് ആണ് വിസിറ്റ്സ്. അപ്പോൾ എന്തായിരിക്കും? ഓക്സിലറി ഇസ് ഡസ്. നമുക്ക് പോസിറ്റീവ് ഓക്സിലറി ആണ് വേണ്ടത്. ഇറ്റ് ഇസ് ഡസ്. ആൻഡ് പ്രോണൗൺ എന്താണ് തന്നിരിക്കുന്ന? പ്രോണൗൺ ഇസ് ഷീ. She rarely visits her mom's house. Does she? Next one. He can hardly dance. Negative adverb എന്താണ്? Hardly. He can hardly dance. തന്നിരിക്കുന്ന modal auxiliary is can. So ആ can ഇങ്ങോട്ട് എഴുതുക. അതുപോലെ തന്നെ തന്നിരിക്കുന്ന pronoun is he. He can hardly dance. Can he? Okay. Next one. We have neither been informed nor consulted. അല്ലേ? Neither nor വന്നിട്ടുണ്ട്. സോ അഗെയിൻ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. തന്നിരിക്കുന്ന ഓക്സിലറി ഇസ് ഹാവ്, അതുപോലെ ഇങ്ങനെ എഴുതുക. നെക്സ്റ്റ് വൺ ഇസ് വി. ഹാവ് വി അല്ലേ? വി ഹാവ് നീദർ ബീൻ ഇൻഫോംഡ് നോർ കൺസൾട്ടഡ്. ഹാവ് വി? അത്തരത്തിലാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഷീ ഹാഡ് സ്കേഴ്സ്ലി ഫിനിഷ്ഡ് ഹർ ബ്രേക്ക്ഫാസ്റ്റ്. ഷീ ഹാഡ് സ്കേഴ്സ്ലി ഫിനിഷ്ഡ് ഹർ ബ്രേക്ക്ഫാസ്റ്റ്. സ്കേഴ്സ്ലി നെഗറ്റീവ് ആഡ്വേർബ് വന്നു, സെൻറ്റൻസ് നെഗറ്റീവായി. ഇനി എന്താണ്? ഓക്സിലറി ഹാഡ് ആണ് അല്ലേ? പാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഹാഡ് ഷീ. ഹാഡ് ഷീ. അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവ് ആഡ്വേർബ് സെൻറ്റൻസിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും നോക്കണ്ട, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആക്കിക്കോളൂ കേട്ടോ. അതിൽ യാതൊരു കൺഫ്യൂഷൻസും വേണ്ട. പക്ഷേ നമുക്ക് നെഗറ്റീവ് ആഡ്വേർബ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡ്സ് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. നമ്മളൊരു നോട്ട് കാണാത്തതിൻ്റെ പുറത്ത് നമുക്കൊരു സെൻറ്റൻസിനെ പോസിറ്റീവ് ആക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ നെഗറ്റീവ് ആഡ്വേർബ്സ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവ് ആഡ്വേർബ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് തന്നെ
ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇൻഡെഫിനിറ്റ് നൗൺസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇൻഡെഫിനിറ്റ് നൗൺസ് എന്തൊക്കെയാണ്? സം, എനി, എവ്രി, അതായത് സം വൺ, സംതിങ്, എനി വൺ, എനിത്തിങ്, എവ്രി വൺ, എവ്രിതിങ്, നോ വൺ, എവ്രിബഡി, നോബഡി, ഇത്തരത്തിലാണ് ഇൻഡെഫിനിറ്റ് നൗൺസ് വരുന്നത്. അപ്പോൾ ഇൻഡെഫിനിറ്റ് നൗൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓക്സിലറി വേർബ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഓക്സിലറി വേർബ് പ്ലൂറൽ ആയിരിക്കും അല്ലേ? ഇവിടെ എപ്പോഴും നമ്മൾ പ്ലൂറൽ ഓക്സിലറി വേർബ് ആയിരിക്കും യൂസ് ചെയ്യുക. അതിനുശേഷം യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് എപ്പോഴും എന്തായിരിക്കും? ദേ അല്ലെങ്കിൽ ഇറ്റ് എന്നുള്ളതായിരിക്കും. ശ്രദ്ധിക്കുക, ദേ അല്ലെങ്കിൽ ഇറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓക്സിലറി വേർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, ഓക്സിലറി വേർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ഒന്നെങ്കിൽ ദേ അല്ലെങ്കിൽ ഇറ്റ്. എക്സാമ്പിൾ നോക്കൂ. നോബഡി ഹാസ് എനി ഒബ്ജെക്ഷൻസ്. നോബഡി ഹാസ്. ഇവിടെ സെൻറ്റൻസിനകത്ത് ഇൻഡെഫിനിറ്റ് നൗണിൻ്റെ കൂടെ സിംഗുലർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്സിലറി വേർബ് യൂസ് ചെയ്തിട്ടുള്ളത് ഹാസ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പ്ലൂറലാണ് യൂസ് ചെയ്യുക. നോബഡി ഹാസ് എനി ഒബ്ജെക്ഷൻസ്. നോബഡി ഹാസ് എനി ഒബ്ജെക്ഷൻസ്. ഹാസിൻ്റെ പ്ലൂറൽ എന്താണ് തന്നിരിക്കുന്നത്? സിംഗുലർ ഓക്സിലറി ആണ്, പക്ഷെ നമ്മൾ അതിനെ പ്ലൂറൽ ആക്കണം, വിച്ച് ഇസ് ഹാവ് അല്ലേ? ഹാവ്. ദെൻ നോബഡി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ദേ അല്ലെങ്കിൽ ഇറ്റ് ആണ് വരിക. ഇവിടെ ഈ ഒരു കേസിൽ നോബഡി എന്ന് പറഞ്ഞതുകൊണ്ട് ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ദേ. ഹാവ് ദേ. നോബഡി ഹാസ് എനി ഒബ്ജെക്ഷൻസ്. സെൻറ്റൻസ് നോബഡി ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്. സോ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്തു. ഹാസ് ആണ് തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ പ്ലൂറൽ ആക്കി, വിച്ച് ഇസ് ഹാവ്. ദെൻ നോബഡി ആയതുകൊണ്ട് ദേ യൂസ് ചെയ്തു. ക്ലിയർ ആണോ? ഒരെണ്ണം കൂടെ നോക്കാം. എവ്രിബഡി ലൈക്സ് ഹിം അല്ലേ? എവ്രിബഡി ലൈക്സ് ഹിം. ഇവിടെ സിംഗുലർ ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഡസ് പ്ലസ് ലൈക്ക് ആണ് ലൈക്സ്. അപ്പോൾ എവ്രിബഡി ലൈക്സ് ഹിം. ഡസ് ആണ് ഇവിടെ, വിച്ച് ഇസ് സിംഗുലർ. അതിൻ്റെ പ്ലൂറൽ എന്തായിരിക്കും? ഡു. ഡു ആണ് പ്ലൂറൽ വരിക. ദെൻ എവ്രിബഡി വന്നതുകൊണ്ട് തന്നെ ദേ. ഓക്കെ, ഡു ദേ. എവ്രിബഡി ലൈക്സ് ഹിം. ഡു ദേ. ക്ലിയർ ആണോ? കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. നോ വൺ. നോ വൺ നെഗറ്റീവ് ആണ് അല്ലേ? നോ വൺ ഷെയർസ് ദി ഹോംവർക്ക്. തന്നിരിക്കുന്നത് ഷെയർസ് ദി ഹോംവർക്ക്. അപ്പോൾ ഷെയർസ് എന്നുള്ള വേർബാണ് തന്നിട്ടുള്ളത്. ഷെയർസ് എന്താണ്? ഇവിടെ നമ്മൾ ലൈക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡസ് പ്ലസ് ഷെയർ ആണ് ഷെയർസ്. ഡസ് സിംഗുലർ ആണ്, ഡസിൻ്റെ പ്ലൂരൽ ഡു. നോ വൺ ആയതുകൊണ്ട് ദേ. ഡു ദേ. നോ വൺ ഷെയർസ് ദി ഹോംവർക്ക്. ഡു ദേ. നോ വൺ ഷെയർസ് ദി ഹോംവർക്ക്. ഡു ദേ. ദെൻ നൺ ഓഫ് ദം ലൈറ്റ്. നൺ ഓഫ് ദം നെഗറ്റീവ് ആണ് അല്ലേ? നൺ ഓഫ് ദം ലൈഡ്. ഓക്കെ, ലൈഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഒബ്വിയസ്ലി ഡിഡ് അല്ലേ? ഞാൻ പറഞ്ഞു ഡിഡ് പ്ലസ് ലൈ ആണ് ലൈഡ്. അപ്പോൾ അതിൽ വരുന്ന ഓക്സിലറി ഇസ് ഡിഡ്. ദെൻ നണ്ണ് വന്നതുകൊണ്ട് ദേ. ഡിഡ് ദേ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആക്ഷൻ എന്താണ് തന്നിരിക്കുന്ന വേർബ്, അതിൻ്റെ പ്ലൂറലാണ് ഓക്സിലറി വേർബ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? എനിത്തിങ് ഇസ് പോസിബിൾ. എന്തായിരിക്കും വരുന്നത്? ഇസ്ന്റ് ഇറ്റ്. ഞാൻ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന നോബഡി, എവ്രിബഡി, നോ വൺ, നൺ ഓഫ് ദം എന്നൊക്കെയാണ്. ഇവിടെ എനിത്തിങ് എന്നാണ് വന്നത്. സോ എന്തായിരിക്കും? ഇസ്ന്റ് ഇറ്റ് അല്ലേ? ഇസ്ന്റ് ഇറ്റ്. ഇവിടെ നമ്മൾ ഇറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, isn't it. ക്ലിയർ ആണോ? ഇത് ഇൻഡെഫിനിറ്റ് നൗൺസ് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇതിൻ്റെ റൂള് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻഡെഫിനിറ്റ് നൗൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒബ്വിയസ്ലി സെൻറ്റൻസിൽ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വേർബ്സ് ആയിരിക്കും ഉപയോഗിക്കുക. ഇവിടെ കണ്ടോ, ഹാസ്, ലൈക്സ്, ഷെയർസ് ഒക്കെയാണ് നമ്മൾ സിംഗുലർ ഓക്സിലറി വേർബ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പം അവിടെ നിങ്ങൾ അതിനെ പ്ലൂറൽ ആക്കണം. പ്ലസ് ഒന്നെങ്കിൽ ദേ വരും അല്ലെങ്കിൽ ഇറ്റ് വരും. ഇതാണ് ബേസിക് റൂള്. നമ്മൾ ഇൻഡെഫിനിറ്റ് നൗൺസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനുള്ള ബേസിക് റൂൾ ഇതാണ്. ഇനി നമുക്ക് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് നോക്കാം. ഓക്കെ, ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ എന്തായിരിക്കും? ഒരു കമാൻഡോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഒക്കെ ആയിരിക്കും ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ വരുന്നത്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മോഡൽ വേർബ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ യു അല്ലെങ്കിൽ വി എന്നായിരിക്കും നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യുമ്പോൾ മോഡൽ വേർബ്സിൻ്റെ കൂടെ യു അല്ലെങ്കിൽ വി ആയിരിക്കും ചേർക്കുന്നത്. എങ്ങനെയായിരിക്കും വരിക? വിൽ യു അല്ലെങ്കിൽ ഷാൽ വി, ക്യാൻ യു, അത്തരത്തിലായിരിക്കും ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യാൻ ഉപയോഗിക്കുക. ഓക്കെ, ക്ലോസ് ദ വിൻഡോ, വിൽ യു. ക്ലോസ് ദി വിൻഡോ, വിൽ യു. ഓക്കെ,
will you. Then sit down, will you. Keep quiet. അതുപോലെ let's go. will you, can you ഒക്കെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യും എന്തുണ്ടെങ്കിൽ പോലും let's go. ലെറ്റിൻ്റെ കേസ് വരുമ്പോൾ എന്തായിരിക്കും? ലെറ്റിൻ്റെ കേസ് വരുമ്പോൾ ഷാൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ വരുമ്പം എന്തായിരിക്കും? ഷാൾ വി. ഓക്കെ, വിൽ യു അല്ലെങ്കിൽ ക്യാൻ യു എന്ന് നമുക്ക് എപ്പോഴും സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ പറ്റും. പക്ഷേ ലെറ്റ് അസ് എന്നുള്ള സിറ്റുവേഷൻ വരുമ്പം, ലെറ്റിൻ്റെ മാത്രമല്ല ലെറ്റ് അസ് എന്നുള്ള സിറ്റുവേഷൻ വരുമ്പം ഷാൾ വി എന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ പ്ലീസ് ഡോണ്ട് ടച്ച് ഇറ്റ്, ക്യാൻ യു. പ്ലീസ് ഡോണ്ട് ടച്ച് ഇറ്റ്, ക്യാൻ യു ഓർ വിൽ യു. അത്തരത്തിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇംപറേറ്റീവ് സെൻറ്റൻസിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, സജഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ലെറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഷാൾ വി യൂസ് ചെയ്യും. ഓക്കെ ഫൈൻ. പക്ഷേ ലെറ്റിൻ്റെ കൂടെ മറ്റൊരു സബ്ജക്റ്റ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസിന് പകരം മറ്റൊരു സബ്ജക്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? വിൽ യു എന്നുള്ളത് യൂസ് ചെയ്യണം. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദി പാർക്ക്. ലെറ്റ് എന്ന് ലെറ്റ് അസ് എന്നുള്ളതിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് ലെറ്റ്സ്. സോ ലെറ്റ്സ് ഗോ ടു ദി പാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഷാൾ വി. റൂള് പ്രകാരം വിൽ യൂസ് ഷാൾ വി. നെക്സ്റ്റ് വന്ന് എന്താണ്? ലെറ്റ്സ് ലിസൺ ടു ദ മ്യൂസിക്. ലെറ്റ്സ് ലിസൺ ടു ദ മ്യൂസിക്. വീണ്ടും ഷാൾ വി. ലെറ്റ്സ് മേക്ക് എ പാൻ കേക്ക്. എഗെയിൻ ഷാൾ വി. ലാസ്റ്റ് ഫോർത്ത് വണ്ണ് നോക്കൂ. ലെറ്റ് ഹർ ഡു ഹർ ജോബ്. അവിടെ ലെറ്റേഴ്സ് അല്ല കേട്ടോ, ലെറ്റ് ഹർ മറ്റൊരു സബ്ജക്റ്റ് ആണ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വിൽ യു. വിൽ യു. നെക്സ്റ്റ് വൺ, ലെറ്റ് ഹിം. ലെറ്റേഴ്സ് അല്ല, ലെറ്റ് ഹിം. ലെറ്റ് ഹിം ഹാവ് ദി കേക്ക്. ലെറ്റ് ഹിം ഹാവ് ദി കേക്ക്. എഗെയിൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വിൽ യു. അപ്പോൾ വിൽ യു ആൻഡ് ഷാൾ യു ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു സജഷൻ്റെ കേസിൽ എന്താണ്? ഷാൾ യു ഉണ്ട്, വിൽ യു ഉണ്ട്. ഞാൻ പറഞ്ഞു ലെറ്റ് അസ് വരികയാണെങ്കിൽ ഷാൾ വി ആണ് യൂസ് ചെയ്യുന്നത്. ലെറ്റ് അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റ് ആണെങ്കിൽ വിൽ യു ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ഇവിടെ സീരിയസ് ആയിട്ടൊന്നും ഇല്ല. നമ്മൾ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിൽ, അതായത് ഐ തിങ്ക്, ഐ ബിലീവ്, ഐ സപ്പോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് എ സെയിം ഡ്രസ്. ഈസിൻറ്റ് ഇറ്റ്. ഈസിൻറ്റ് ഇറ്റ് എന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഈസിൻറ്റ് ഇറ്റ് എന്നായിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ തന്നെ വീണ്ടും ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യുന്ന കാര്യത്തിന്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. നമ്മുടെ ഒരു സജഷൻ. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഈസിൻറ്റ് ഇറ്റ്. വീണ്ടും നമ്മൾ ഈസിൻറ്റ് ഇറ്റ് എന്നായിരിക്കും ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഐ ബിലീവ് ഇറ്റ് ഈസ് സൺഡേ. ഈസിൻറ്റ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് PYQs നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നോക്കാം. മോം യു ആർ ഓക്കെ. മോം യു ആർ ഓക്കെ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്? ഓപ്ഷനിൽ ഈസിൻറ്റ് യു ഉണ്ട്, ഡോണ്ട് യു ഉണ്ട്, ആർ യു ഉണ്ട്, ആർ ഇൻറ്റ് യു ഉണ്ട്. എങ്ങനെയായിരിക്കും? മോം യു ആർ ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. തന്നിരിക്കുന്ന സെൻറ്റൻസസ് ഒബ്വിയസ്ലി പോസിറ്റീവ്. മോം യു ആർ ഓക്കെ. ഓക്സിലറി എന്താണ്? ആറാണ്. സോ ആറ് വരും. ആറിനെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കണം? ആറിൻറ്റ്. ആറിൻറ്റ് എന്നുള്ള രീതിയിൽ ഒരേ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ഡി. ആറിൻറ്റ്. തന്നിരിക്കുന്ന പ്രോനൗൺ ഇസ് യു. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഡി. ആറിൻറ്റ് യു എന്നുള്ളതായിരിക്കും ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐ ആം ഹോണസ്റ്റ്. ഐ ആം ഹോണസ്റ്റ്. ആം ആണ് വന്നിട്ടുള്ളത് അല്ലേ? സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. ആം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആമിൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി അത് തെറ്റാണ്. അങ്ങനെ ഒരു പ്രയോഗം ഇല്ല. ഓക്കെ, ആമിൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗം ഇല്ല. സോ ഇത് തെറ്റായിരിക്കും. കറക്റ്റ് റിസൾട്ട് എന്താണ്? ആറിൻറ്റ് ഐ. ഓക്കെ, ആമിന് നമ്മൾ ആറിൻറ്റ് എന്നാണ് പറയുക. ആൻഡ് തന്നിരിക്കുന്ന പ്രോണൗൺ ഇസ് ഐ. സോ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, നത്തിങ് ഇസ് ഇമ്പോസിബിൾ. നത്തിങ് ഇസ് ഇമ്പോസിബിൾ. ഇവിടെ കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നത്തിങ് എന്താണ്? നെഗറ്റീവ് ആഡ്വേർബ് ആണ് അല്ലേ? നത്തിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആഡ്വേർബ് ആണ്. സോ തന്നിരിക്കുന്ന സെൻറ്റൻസസ് നെഗറ്റീവ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ എന്തായിരിക്കും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണുള്ളത്? അപ്പോൾ ഇതിൽ ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ഇത് രണ്ടും തെറ്റാണ് അല്ലേ? നമുക്ക് തന്നിരിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് രണ്ട് ഓപ്ഷൻസ് നെഗറ്റീവ് ആണ് ടാഗ് തന്നിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി അത് കറക്റ്റ് ആയിരിക്കില്ല. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ഇസ് പോസിറ്റീവ്. അപ്പോൾ ഒന്നെങ്കിൽ ഈസ് ഇറ്റ് ആയിരിക്കും, ഡസ് ഇറ്റ് ആയിരിക്കും. എന്താണ് തന്നിട്ടുള്ളത്? ഈസ് ആണ് ഇവിടെ തന്നിട്ടുള്ള ഓക്സിലറി. സോ ദറ്റ് ഇസ് ഈസ്. ഈസ് ഇറ്റ്. നത്തിങ് ആയതുകൊണ്ട് ഇറ്റ് വരും അല്ലേ? നത്തിങ് ആയതുകൊണ്ട് ഇറ്റ് വരും. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ
ഇത്തരത്തിൽ നമ്മൾ PYQസും കൂടെ നോക്കിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് വളരെ ഈസി ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ നത്തിങ്ങിന് പറഞ്ഞതുപോലെ തന്നെ ഇൻഡെഫിനിറ്റ് നൗൺസ് വെച്ചിട്ട് ചോദിക്കാം, അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് ആഡ്വേർബ്സ് വെച്ച് ചോദിക്കാം. അത്തരത്തിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആമിന് യൂഷ്വലി എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുള്ളതാണ്. ഏത് കാറ്റഗറി ആയിക്കോട്ടെ എപ്പോഴും ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ തെറ്റിപ്പോകുന്നത് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഏരിയ ഷാർപ്പൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു. ഇനി നമുക്ക് സമയം കളയാനില്ല, പ്രിപ്പറേഷൻ തുടങ്ങണം. അല്ലെങ്കിൽ ഇനിയും തുടങ്ങിയിട്ടുള്ളവർ എന്തായാലും കൂടുതൽ നോട്ട്സും ക്ലാസ്സസും അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം എങ്ങനെയാണോ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കേണ്ടത് അത്തരത്തിൽ നിങ്ങളുടെ പഠനം സ്ട്രോങ് ആക്കുക. വീഡിയോസിനും അല്ലെങ്കിൽ മറ്റ് അസിസ്റ്റൻസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കേട്ടിൻ്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും എൻറോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ജോയിൻ. താങ്ക് യു.